ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ ഖബറടക്കം ഇന്ന് നടക്കും. ചെന്നാപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഖബറടക്കം. ചെന്നാപ്പാറ എ ഡിവിഷൻ, കുപ്പക്കയം, മതമ്പ എന്നിവിടങ്ങളിൽ ഇന്നും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. തൊഴിലാളികൾ ജോലിക്കായി എത്തുന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. അതേസമയം TRNT എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണം രൂക്ഷമെന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നതായും കൊല്ലപ്പെട്ട സോഫിയയും അവരുടെ കുടുംബവും തന്നെ ഈ സമാനമായ പരാതിയും ആശങ്കയും ബ്ലോക്ക് റിസോഴ്സ് സെറ്റ് ഓഫീസർമാരോട് പങ്കുവച്ചിരുന്നതായും വിവരങ്ങൾ വരുന്നു. ഈ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. പക്ഷേ പിന്നെ മുണ്ടക്കയത്തിന് 22 കിലോമീറ്റർ വന്നു നമ്മുടെ ഇതിലെ കൂടെ നമ്മൾ വന്നില്ലേ, ആ വഴി കൂടെ അടിവശ ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിച്ച് നമ്മുടെ ആടിനെ പിന്നെ ഒരു പശുവിനെ പിടിച്ച് അതായിട്ടാണ്. പിന്നെ കുറെ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോടെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ ഇതിനൊക്കെ കൊടുത്തിട്ടാണ് അഞ്ച് പട്ടികളെ പട്ടി ഇവിടെ നമ്മുടെ കഴുത്തിന് പിടിച്ചോണ്ട് പോകും. കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി. ഞങ്ങൾ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. വീട്ടിനകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്. പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നും താഴത്ത് വീണ് പുലി ഇറങ്ങിയോ? പുലി ഓടി. പട്ടിയെ പിടിച്ചിട്ട് താഴട്ടി ആടി. പട്ടിയെ കൊണ്ടുപോയോ? അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാറോ. ശരിക്കും പറയുകയാണെ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ വണ്ടി നമ്മൾ ഇത്രയും നടന്നു ഞങ്ങളുടെ തന്നെയല്ല പിടിക്കുക. പുറത്തുകാരൻ ഒരു വീടുണ്ട്, 2 പെൺപിള്ളേരും അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോകുന്നു. പിന്നെ പിടിച്ചോണ്ട് പോയി പശുവിനെ. പിന്നെ നമ്മുടെ ഇത്ര ആനയും ഈ ആന ഇങ്ങനെ നിൽക്കുക. ആനയെ കണ്ടിട്ടുണ്ടോ പോകുന്ന വഴിക്ക്? 27 ഞങ്ങള് പറഞ്ഞു ആനയെ കണ്ടിട്ടില്ലേ? പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങൾ അങ്ങോട്ട് പോകും. ആന നേരെ വരുമോ? കൊച്ചു വീണു ആന പേടിച്ചു. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഇത് കൃത്യമായി വനജീവി ശല്യം രൂക്ഷമായ പ്രദേശമെന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആശങ്ക നേരത്തെയും പങ്കുവച്ചിട്ടും ഇതിൽ അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. ഇനി സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ പുരോഗമിക്കുകയായിരുന്നു. അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? എവിടെയാണ്? നിലവിലിപ്പോൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് ആ ഒരു മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റുക. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം 1 മണിക്കൂറോളം പോസ്റ്റ്മോർട്ടം നടപടിക്കുള്ള സമയക്രമീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാവും ഈ പൊതുദർശനത്തിനായുള്ള ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ഈ ചെന്നാപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിലാണ് ഈ പൊതുദർശനം നടക്കുന്നത്. അവിടെയാണ് പൊതുദർശനം വയ്ക്കുന്നത്. ഈ സോഫിയുമായി ബന്ധപ്പെട്ടെങ്കിൽ സോഫിയുടെ പരിചയക്കാരും സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളുമെല്ലാമുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ചെന്നാപ്പാറ മുഗൾ. അവിടെ നിന്നും ഈ ഒരു ദുർഘടമായ പാതകൾ താണ്ടി ഒരു മലമുകളിൽ ആണ് ഈ കൊമ്പൻപാറ എന്ന സ്ഥലത്താണ് ഈ സോഫിയയും കുടുംബവും താമസിച്ചിരുന്നത്. ആ പ്രദേശത്ത് 3 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. അതിൻ്റെ ബാക്കി ആളുകൾ അല്ലെങ്കിൽ അതിന് താഴെ ജനവാസ മേഖല എന്നുള്ളത് ഈ ഒരു ചെന്നാപ്പാറ മുഗൾ മേഖലയാണ്. അവിടെയാണ് ഈ ലയങ്ങൾ, അതായത് ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് TRNT എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും മറ്റ് ആളുകളും എല്ലാം തന്നെയുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു സ്ഥലം ഈ ഒരു പൊതുദർശനത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്നും മുണ്ടക്കയം വരിക്കാനിപ്പള്ളിയിൽ ആണ് ഈ ഒരു ഖബറടക്കം നടക്കുക. ഒരു 3 മണിയോടുകൂടി ഈ ഖബറടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം. എന്തായാലും
അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഈ ഒരു ചെന്നാപ്പാറ മുകൾ കൂമ്പൻപാറയിൽ നടന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സോഫിയെ കാട്ടാൻ ആക്രമിക്കുന്നത്. അതിനുശേഷം മകൻ +2 പഠിക്കുന്ന മകനാണ് ശബ്ദം കേട്ട് ഓടിയെത്തുകയും കരച്ചിൽ കേട്ട് ഓടിയെത്തുകയും ഈ മൃതദേഹം ആദ്യം കാണുകയും ചെയ്തതിന് ശേഷമാണ് ഈ പുറം ലോകം ഈ ഒരു കാട്ടാൻ ആക്രമണത്തെ പറ്റി അറിയുന്നത് തന്നെ. ഈ മേഖല കേന്ദ്രീകരിച്ച് അന്ന് രാവിലെ മുതൽ, അതായത് ഇന്നലെ രാവിലെ മുതൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് അവർ വിളിച്ചറിയിച്ചിരുന്നതുമാണ്. അതിനുശേഷം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതിരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ളതാണ് നമ്മളുമായി സംസാരിച്ചപ്പോൾ ഈ സോഫിയുടെ ഭർത്താവായ ഇസ്മായിൽ പറഞ്ഞത്. അന്ന് വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തി ആനയെ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടാനോ അല്ലെങ്കിൽ തുരത്താനോ ഉള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയുടെ ജീവൻ പൊലിയുകയില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെന്നാപ്പാറ A ഡിവിഷൻ അത് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ 3ഓളം കാട്ടാനക്കൂട്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികൾ എത്തുന്ന പ്രദേശമാണ്, TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശമാണ്. ആ മേഖലയിൽ വനംവകുപ്പിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത്. അതായത് ഈ കാട്ടാനയ്ക്ക് പുറമെ ഈ പുലിയും കടുവയും മറ്റു വന്യമൃഗങ്ങളെല്ലാം തന്നെ ആ മേഖലയിലുണ്ട്. അതായത് നമ്മൾ അല്പസമയം മുമ്പ് ആ ഒരു സോഫിയും ഭർത്താവും ഈ കാര്യങ്ങൾ, അതായത് അവിടെ എത്തിയ ചില ആളുകളുമായി ഈ വന്യമൃഗ ശല്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ് അവർ എത്രത്തോളം ദുരിതം സഹിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത്, അവർ എത്രത്തോളം വന്യമൃഗ ശല്യം ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഒരു തവണ കാട്ടാനയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനെ കാലിന് പരിക്ക് പറ്റുകയും ഇപ്പോൾ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തയാളാണ് സോഫി. കൂടാതെ ഈ പുലിയൊക്കെ അവരുടെ കൺമുന്നിൽ നിന്ന് ഈ പട്ടിയെയും ആടിനെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വിവരണം അത് കൃത്യമായി തന്നെ അത് എത്രത്തോളം ഭീതിതമായാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. അതായത് ആ സോഫിയുടെ മകൾ, ഭിന്നശേഷിക്കാരിയായ മകൾ പോലും ആ ഒരു കാട്ടാനക്കൂട്ടത്തെ നേരിൽ കണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ആംഗ്യ ഭാഷയിൽ വിവരിക്കുന്നത്. അതിൻ്റെ ഒരു ഭീകരത അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലായിരുന്നു അവർ അവിടെ താമസിച്ചിരുന്നത് എന്നുള്ള സത്യമാണ്. ഈ അന്തരീക്ഷത്തിനൊരു അറുതി വരുത്തണം, അല്ലെങ്കിൽ വന്യജീവി ശല്യത്തിന്, ഈ മേഖലയിലെ വന്യജീവി ശല്യത്തിന് ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ കൊല്ലപ്പെട്ട സോഫിയുടെ ഭർത്താവ് ഇസ്മായിൽ ഈ പെരുവന്താനത്ത് വനംവകുപ്പ് മന്ത്രി എത്തിയപ്പോൾ നിവേദനമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ആ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഫോറസ്റ്റ് ബീറ്റ് ഓഫീസ്, ആ ബീറ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം പോലും ഇല്ല. പലപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെയില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ TR&T എസ്റ്റേറ്റ് മേഖലയുടെ എസ്റ്റേറ്റിൽ നിന്നുള്ള വലിയ വീഴ്ചകളാണ് ഈ ഒരു വന്യമൃഗശല്യം ഈ മേഖലയിൽ കൂടാൻ കാരണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ റീപ്ലാന്റേഷനായി ഈ മരം വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷം പിന്നീട് അവിടെ കൃഷിയൊന്നും തന്നെ നടത്തുന്നില്ല. ആ പ്രദേശം ഒന്നാകെ വലിയ പൊന്തക്കാട് പിടിക്കുന്നു, വനത്തിന് സമാനമായി മാറുന്നു. അങ്ങനെ ഈ ഒരു വനസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഈ വന്യമൃഗങ്ങൾ ഇവിടേക്ക് ഇറങ്ങുകയും ഈ ജനജീവിതത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഇത് കൂടാതെ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന മൃഗങ്ങളെ ഈ ചെന്നാപ്പാറ ഈ മേഖലയിലും അതുപോലെ തന്നെ ഈ ശബരിമല അതായത് ഈ സോഫിയുടെ വീടിന് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇറക്കി വിടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഴിച്ചു വിടാറുണ്ടായിരുന്നു എന്നുള്ളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. ഈ ഒരു TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു പരിശോധന ഉണ്ട്, അല്ലെങ്കിൽ ഈ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അതിലൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എല്ലാ തലത്തിൽ നിന്നും ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് അന്ന് രാവിലെ പോലും വിളിച്ചു പറഞ്ഞിട്ട് പോലും വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആനയെ തുരത്താനുള്ള നടപടി ഉണ്ടാകാതിരുന്നതാണ് ഏറ്റവും വലിയ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ആ ഒരു പ്രതിഷേധമാണ് ഇന്നലെ രാത്രി അവിടെ ഈ ഒരു മരണത്തിന് ശേഷം അവിടെ അലയടിച്ചതും. പ്രധാനമായും വളരെ നിർധനമായ കുടുംബമാണ് ഈ സോഫിയുടേത്. അതുകൊണ്ട് തന്നെ സോഫിയും ഭർത്താവ് ഇസ്മായിലും ജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കണം, ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ആ ഒരു പ്രതിഷേധം നടത്തിയത്. ഇന്നലെ ജില്ലാ കളക്ടർ എത്തിയ ശേഷമാണ് ആ ഒരു പ്രതിഷേധമെല്ലാം തന്നെ അവർ അവസാനിപ്പിക്കുകയും ചെയ്തത്. ഏകദേശം
ഏകദേശം 6 മണിയോടുകൂടി നടക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ കാട്ടാന കൊല്ലുന്നു. അതിനുശേഷം ഏകദേശം 1:30 പുലർച്ചെ 1:30 ഒരു മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിച്ചത്. കളക്ടർ എത്തി ജനപ്രതിനിധികളുമായും നാട്ടുകാരും എല്ലാവരുമായി തന്നെ സംസാരിച്ച ശേഷം 10 ലക്ഷം രൂപ ഇന്ന് തന്നെ ഈ കുടുംബത്തിന് കൈമാറും. അതിനുശേഷം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ മൂത്ത മകൾക്ക്, ഈ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിക്ക് സർക്കാർ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ നൽകും. ഈ മേഖലയിലെ വന്യമൃഗശല്യം തടയുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കൂടാതെ ഈ TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ എസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ എസ്റ്റേറ്റിൻ്റെ ഉടമയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ആ ഒരു മൃതദേഹം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ അവർ സമ്മതിച്ചത്. കൂടാതെ ആ മേഖലയിൽ 3 വീടുകൾ മാത്രമാണുള്ളത്, അതായത് 3 വീടുകൾ മാത്രമാണുള്ളത്. മറ്റ് 30-ലധികം വീടുകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ഈ വന്യമൃഗശല്യം വർദ്ധിച്ചതോടുകൂടി പലരും ആ സ്ഥലം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഇവർക്ക് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്കും, അതായത് കൃത്യം പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുമ്പാണ് ലൈഫ് മിഷനിൽ നിന്നും അവർക്ക് അവരുടെ വീടിൻ്റെ നിർമ്മാണം അതിൻ്റെ ഒരു 3/4% പൂർത്തീകരിക്കാൻ സാധിച്ചത്. പൂർണ്ണമായും ആ വീടിൻ്റെ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. അത്തരത്തിൽ അവർ അത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടെ തന്നെ തുടരുകയും ചെയ്തത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ആ ഒരു വന്യമൃഗശല്യത്തിൽ നിന്ന് അവർക്കൊരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മാത്രമാക്കി സോഫിയ മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ തന്നെ ആ ഒരു മൃതദേഹം ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നടക്കേണ്ടത് പോസ്റ്റ്മോർട്ടം നടപടിയാണ്. അതിനായി അല്പസമയത്തിനകം തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക്. ശരി സുബിൻ, തത്സമയ വിവരങ്ങൾക്കായി വീണ്ടും സുബിനിലേക്ക് മടങ്ങിയെത്താം. ഇനി